ട്വന്റി അവർ ആദ്യം പോകുന്നത് ഒരു തേൻകെണിയുടെ കാണ കഥകളിലേക്കാണ്. മലപ്പുറം എടക്കരയിൽ രതീഷ് എന്ന യുവാവ് മരിക്കുന്നത് ഒരു തേൻകെണിയിൽപ്പെട്ടാണ്, ഹണി ട്രാപ്പിൽ. ആ ഹണി ട്രാപ്പിന്റെ വ്യാപ്തി എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ ആരും ഒന്ന് അമ്പരക്കും. അത്രമാത്രം വലുതാണ്, അത്രമാത്രം ആഴമേറിയതാണ് ആ തേൻകെണിയുടെ വ്യാപ്തി. സിന്ധു എന്ന ആ തേൻകെണി ഒരുക്കിയ സ്ത്രീ മാത്രമല്ല, അവൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. കൂട്ടായിട്ട് ഭർത്താവുണ്ട്, സഹായിയുണ്ട്, മറ്റൊരു സുഹൃത്തുണ്ട്. എന്താണ് ചെയ്തത്? ചതിച്ചത് സ്വന്തം സഹപാഠിയാണ് തേൻകെണിയിൽ കുരുക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ആ ഹണി ട്രാപ്പിൽപ്പെട്ട യുവാവ് ആത്മഹത്യ സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതിലെ കാണാപ്പുറങ്ങൾ എത്രമാത്രമാണ്. ഇന്ന് 20th അവർ തൊട്ടുമായി സംസാരിച്ചിരുന്നു. അയാൾ പറയുന്ന കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ. പെട്ടുപോയത് അത് രതീഷ് മാത്രമായിരിക്കാം. പക്ഷേ ആ സഹോദരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ രതീഷിനുമപ്പുറം എത്രയോ യുവാക്കൾ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട്. എത്രയോ പേരെ വഞ്ചിച്ചിട്ടുണ്ട് ഈ സംഘം. അതിന്റെ കൂടുതൽ ആഴങ്ങൾ തേടുകയാണ് പോലീസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ സംഘം അവർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇവരുടെ പണി എന്താണ്? ഈ സിന്ധു എന്ന യുവതിയും ഭർത്താവും ഒരു ചവിട്ടി കമ്പനി നടത്തുന്ന ആളുകളാണ്. പക്ഷേ അതവർക്കൊരു സൈഡ് ബിസിനസ് മാത്രമാണെന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുന്നു. കാരണം അത്രമാത്രം വലിയ ചതിയുടെ കെണി ഒരുക്കിയാണ് അവർ സ്വന്തം സഹപാഠിയെ വിളിച്ചു വരുത്തിയത്. ഈ രതീഷ് ഡൽഹിയിൽ വ്യവസായിയാണ്, സ്ഥിര താമസക്കാരനാണ്. സഹോദരന്റെ കുടുംബത്തിലെ ഗൃഹപ്രവേശം കൂടാൻ വേണ്ടിയിട്ടാണ് രതീഷ് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കടം വാങ്ങിയിരുന്നു ഈ സിന്ധു. ആ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞാണ് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രതീഷിനെ സിന്ധുവും ഭർത്താവും 2 കൂട്ടാളികളും ചേർന്ന് തല്ലിച്ചതച്ചു, മർദ്ദിച്ചു. മർദ്ദിച്ചു എന്നതിനപ്പുറത്തേക്ക് രതീഷ് നേരിട്ട കൊടും ക്രൂരത അത് പറഞ്ഞറിയിക്കുക പ്രയാസകരമാണ്. മാല വലിച്ചു പൊട്ടിച്ചു സിന്ധുവും ഭർത്താവും ചേർന്ന്. എന്നിട്ട് നഗ്നനാക്കി ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഈ വീഡിയോ സ്കൂളിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രചരിപ്പിക്കും എന്ന മുന്നറിയിപ്പ് നൽകി. പക്ഷെ അപ്പോഴും പിന്മാറാൻ തയ്യാറായിരുന്നില്ല രതീഷ്. രതീഷ് എന്ത് ചെയ്തു? എടക്കര പോലീസ് സ്റ്റേഷനെ സമീപിക്കുമെന്ന് അറിയിച്ചു. പക്ഷേ അവിടെ അവർ ഭയപ്പെട്ടു. ആ ഭയപ്പാടിലാണ് കൂടുതൽ ഭീഷണികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പള്ളിക്കുത്തുള്ള വീട്ടിൽ രതീഷ് ജൂൺ 11 രാവിലെ 11:30 കൂടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ കാണുന്ന സിന്ധു ഒപ്പം ഈ കൂട്ടാളികളെല്ലാം അതിന് പ്രേരകമായി എന്ന് മാത്രം. എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. രതീഷിന്റെയും ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, ഇവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണമാണ് ഇത്തരമൊരു ഹണി ട്രാപ്പാണ് സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദേഹമാണ് രതീഷ്. രതീഷിനെ കുടുക്കുകയായിരുന്നു. രതീഷ് അതിൽ വല്ലാതെ മനം നൊന്ത് ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമാണ് വഴിക്കടവ് CI ധനഞ്ജയദാസിന് ഈ അന്വേഷണം കൈമാറുന്നത്. ആദ്യം എടക്കര CIയുടെ പരിധിയിലായിരുന്നു അന്വേഷണം. പക്ഷേ എടക്കര CI ഇത് അല്പം വൈകിപ്പിച്ചു. ഇതേ തുടർന്നാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴിക്കടവ് CI ധനഞ്ജയദാസിന് അന്വേഷണം കൈമാറുന്നത്. അങ്ങനെ പ്രതികളിലേക്ക് എത്തി. പക്ഷേ ഇപ്പോഴും സാബു എന്ന ആളെ ഇനിയും കണ്ടെത്താനുണ്ട്. സാബു എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. SIമാരായിട്ടുള്ള അസൈനാറും സതീഷും നിർണായക തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇനി രതീഷും ബന്ധുക്കളും സഹപാഠികളായിരുന്നു, ഈ സിന്ധു ഉൾപ്പെടെയുള്ളവർ സഹപാഠികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഘടകം. അവർ ഒരുമിച്ച് പഠിച്ചവരാണ്, കൂട്ടുകാരനെയാണ്, ഒരു ബെഞ്ചിൽ ഇരുന്നവനെയാണ് ചതിച്ച് വശത്താക്കി കീഴ്പ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടത്. സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾക്കായി ഈ കാണുന്ന രതീഷിൽ നിന്ന് പണം കൈപ്പറ്റിയിരുന്നു. രതീഷ് പണം തിരികെ ചോദിച്ചു തുടങ്ങിയതോടുകൂടി പ്രശ്നങ്ങൾക്കും തുടക്കമാവുകയാണ്. പണം തിരികെ കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂട്ടി, ഒപ്പം ഡ്രൈവർ സാബുവിനെയും. രതീഷിന്റെ സഹോദരൻ
രതീഷിന്റെ സഹോദരൻ രാജേഷുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. രതീഷിന്റെ സഹോദരൻ രാജേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് അമ്പരപ്പിക്കുന്നതാണ്. രാജേഷ് തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദമായി 20th അവറിൽ വ്യക്തമാക്കും. രാജേഷ് പറയുന്നത് കേൾക്കാം. എന്തൊക്കെയാണ് രതീഷിൽ നിന്ന് രാജേഷിന് അറിയാൻ കഴിഞ്ഞത്, ആ കുടുംബം നേരിട്ട പ്രശ്നം, എങ്ങനെയാണ് ഈ ഹണി ട്രാപ്പ്, എങ്ങനെയാണ് ഈ തേൻ കെണിയിൽ ഇത്രമാത്രം വലിയ കുരുക്കുണ്ടായത് എന്നൊക്കെ രതീഷിന്റെ സഹോദരൻ രാജേഷ്. ഇത് ആദ്യം രതീഷിന്റെ കൂടെ പഠിച്ച ആളാണ് ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തി. രതീഷിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ മേടിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിക്കാറുണ്ട്. അങ്ങനെ ഈ രതീഷ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് രതീഷിനോട് പറഞ്ഞു, ഇതേപോലെ ഞാൻ ഒരു 1 lakh rupees രതീഷിനെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പൈസ ഇരിപ്പുണ്ട്, ഒരു 30,000 രൂപ ഇരിപ്പുണ്ട്, അത് തരാം എന്ന് പറഞ്ഞ് രതീഷിനെ വിളിച്ചു വരുത്തി വീട്ടിൽ വരുത്തി കഴിഞ്ഞിട്ട് രതീഷ് ചെന്ന് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഈ സിന്ധുവിന്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ഈ മകേഷും പ്രവീണും കൂടെ കയറി വന്ന ഉടനെ തന്നെ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ അനിയനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് കുറെ അടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് അവർ വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഈ സാബു ആണ് ഇതിന്റെ മൊത്തം ഇടനിലക്കാരൻ. സാബു ഈ പിന്നെ സിന്ധുവിന്റെ ഒരു ഡ്രൈവറാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ സാബുവാണ്. സാബുവിനെ ഇപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, സാബുവിനെ കിട്ടിയിട്ടില്ല, അവൻ ഒളിവിലാണ്. ബാക്കി 4 പേരെയാണ് ഇപ്പൊ നമുക്ക് പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവര് അത് കഴിഞ്ഞ് കുറച്ച് അടിച്ചു കഴിഞ്ഞ് സാബു പറഞ്ഞു, ഇതേപോലെ 2 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിന്റെ ഈ വീഡിയോസ് ആദ്യം ഇവരെടുത്തു, വീഡിയോസ് ഒന്നും ഞങ്ങൾ പുറത്തു വിടത്തില്ല. അത് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായി ഇവൻ അനിയൻ പോലീസിനെ വിളിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പിന്നെ ഒരു ക്ഷമ പറയുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇവന്റെ മാലയെല്ലാം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിട്ടു. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ 1 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ അനിയൻ പറഞ്ഞു, ഇല്ല തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതേപോലെ തരാനുള്ള പരിപാടി ഇല്ല, ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ മാനസികമായിട്ട് ആകപ്പാടെ ഇവര് തളർത്തിക്കഴിഞ്ഞ് ഇവരുടെ സ്കൂൾ ഗ്രൂപ്പിലുള്ള 3 പിള്ളേർക്ക് ഇവരത് അയച്ചു കൊടുത്തു. അങ്ങനെ ആ പിള്ളേർ ഇവനെ വിളിച്ച് ചോദിച്ച പിള്ളേരൊക്കെ അതിന്റെയൊക്കെ റെക്കോർഡ് ഉണ്ട്, ഞങ്ങൾ അതെല്ലാം സാറിന്. അങ്ങനെയാണ് സംഭവം. അവന് മാനസികമായിട്ട് ഈ മരിക്കുന്നതിന്റെ തലേന്ന് ഇവരുടെ ഫ്രണ്ട്സിനും സ്കൂൾ ഗ്രൂപ്പിൽ ഇടുമെന്ന് പറഞ്ഞപ്പം അവൻ മാനസികമായി ടെൻഷനായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എത്രമാത്രം വലിയ ക്രൂരതയാണെന്നോ സിന്ധുവും കൂട്ടാളികളും ചെയ്തത്. സിന്ധുവും ഭർത്താവും ഇത്രമാത്രം നഗ്നത പകർത്തിയെടുക്കുന്നു വീഡിയോയിൽ, മൊബൈൽ ഫോണിൽ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. നേരത്തെ കടം വാങ്ങിയവരാണ്, ആ പണം തിരികെ ചോദിച്ചതാണ് ഈ വൈരാഗ്യം. അപ്പോൾ വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. എന്താ? ഫോണിലെ ഈ വീഡിയോ കാണിച്ച്. അപ്പോൾ എതിർക്കുകയാണ് അവിടെ രതീഷ്. തുടർന്നുണ്ടായത് എന്താണ്? രതീഷിന്റെ ഭാര്യയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, സഹപാഠികൾക്കിടയിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഓർക്കണം, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് സിന്ധുവും ഈ രതീഷും. പക്ഷെ എന്നിട്ടും സഹപാഠികൾക്ക് ആ വീഡിയോ അയക്കുന്നതിൽ ഒരു ലജ്ജയും ഒരു കുറ്റബോധവും തോന്നിയില്ല സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രാജേഷ് പറഞ്ഞ കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജേഷ് പറയുന്നതിൽ അത് പ്രേക്ഷകർക്ക് കേൾക്കാം. രതീഷിന്റെ ഉണ്ടായതുപോലെ, രതീഷിന് സംഭവിച്ചതുപോലെ തന്നെ അവിടെ മുൻപ് 3 പേർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം രാജേഷ് പങ്കുവെക്കുന്നു 20th അവറിൽ. രാജേഷിന്റെ വാക്കുകളിലേക്ക്. ഇവര് 3 വ്യക്തികളെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 3 വ്യക്തികൾ, ഒന്നൊരു പൂജാരിയായിരുന്നു. പൂജാരി ഇതേപോലെ അനിയനെ പോലെ തന്നെ സൂസൈഡ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ വൈഫ് ഞങ്ങൾ സംസാരിക്കും. വൈഫ് അതിനകത്ത് ഇടപെട്ട്, ആ വൈഫിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് പൂജാരി ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ വീടിന്റെ അടുത്തുള്ളൊരു വ്യക്തിനെ ഇതേപോലെ ഇവര് പെടുത്തി. അവര് പോലീസിന് എല്ലാ മൊഴിയും കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഞങ്ങളെ ഇതേപോലെ പെടുത്തിയിട്ടുണ്ടെന്ന്. ഇതേപോലെ സാറേ ഒരു തമിഴനെ ഇവർ പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ല സാറേ, കുറഞ്ഞത് ഇവരൊരു 10-15 പേരെ പെടുത്തിയിട്ടുണ്ട്, കുറഞ്ഞത്. അതല്ലാതെ തന്നെ 2-3 പേരൊക്കെ അറിയാം. ഇവരൊരു ഗ്യാങ് ആണ് സാറേ ഇത്. ഇവരെന്താ വെച്ചാൽ ആദ്യം ഇവര് കടം മേടിക്കും പൈസ.
കടം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവര് ചോദിക്കാൻ നമ്മൾ പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഇവര് നമ്മളെ ട്രാപ്പിൽ പെടുത്തുകയാണ്. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. സ്ഥിരം പരിപാടിയാണ് ഇവർക്ക്. ഇതാ ഒരു കാര്യം ഓർക്കണം, ഈ മരിച്ച രതീഷ്, ജീവനൊടുക്കിയ രതീഷ് അന്ന് ഭീഷണിക്ക് മുന്നിൽ ആദ്യം വഴങ്ങിയതല്ല. പോലീസിനെ വിളിക്കുന്നു, പോലീസിനെ വിളിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഇവരൊന്ന് ഭയപ്പെട്ടു. ഈ തട്ടിപ്പ് സംഘാംഗങ്ങൾ, ഹണി ട്രാപ്പുകാർ, അവിടെ അവർ ഭയക്കാൻ തുടങ്ങി. അപ്പോൾ അവരെടുത്ത അടുത്ത ചുവടാണത്. എന്ത്? സ്വന്തം കൂട്ടുകാർക്ക്, സഹപാഠികൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് തകർന്നു പോയത് രതീഷ് ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചുവെങ്കിൽ പോലും രതീഷ് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സ്വന്തം സഹപാഠികൾ അവർ ചോദിക്കുന്നു, അവരുടെ ഫോൺ കോളുകൾ. അങ്ങനെ മനം നൊന്തായിരുന്നു ആത്മഹത്യ എന്ന് രതീഷിന്റെ സഹോദരൻ രാജേഷ് പറയുന്നുണ്ട്. അതും ഏറെ വേദനിപ്പിക്കും. രാജേഷ് ആ കാര്യം വിശദീകരിക്കും. സാറേ, നമ്മളോട് ഇവര് സംസാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഇവര് ഞങ്ങൾ ഫാമിലിയായിട്ട് സംസാരിച്ച് ഞങ്ങളത് ഒരു കുഴപ്പമില്ല, നമുക്ക് വിഷയാക്കണ്ട. പക്ഷെ ഞങ്ങളത് കേസ് കൊടുക്കാൻ തന്നെ പോകണമെന്ന് കരുതിയ. പക്ഷെ അന്നത് ഇവര് സ്കൂൾ ഗ്രൂപ്പിലും അതേപോലെ ഫ്രണ്ട്സിനും വിടും. അപ്പം ഇവര് പറഞ്ഞായിരുന്നു, നിങ്ങളിത് ആരോടും പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾ അന്നേരം ഇത് ഫുൾ വീഡിയോസ് പുറത്തു വിടുമെന്ന് ഇവര് പറഞ്ഞായിരുന്നു. ഇവര് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ, ഇവൻ അത്യാവശ്യം നല്ല സമൂഹത്തിൽ ഒരു വിലയും അതേപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരിതിന് മുമ്പ് പറഞ്ഞു, നിന്റെ കുറെ പൈസ ഉണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് 2-3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നൂടാ എന്ന് ഇവനോട് പലവട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല കഥകൾ, ഒരുപാടുണ്ട് കഥകൾ. ഈ സിന്ധുവിന്റെ കെണിയിൽ പെട്ടവരിൽ കൂടുതലും യുവാക്കളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. പലരും പരസ്യമായ രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. പക്ഷേ അവരിൽ പലരും ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയിരുന്നു. ആ ആത്മഹത്യയുടെ വക്കിൽ നിന്നും എന്തുകൊണ്ടൊക്കെയോ എങ്ങനെയൊക്കെയോ അവർ രക്ഷപ്പെട്ടതാണ്. നിസ്സംശയം പറയാം, യുവാക്കളാണ് ഇതിൽ കൂടുതൽ പെട്ടുപോയിട്ടുള്ളത് എന്ന് അനുഭവത്തിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് രാജേഷ് ഞങ്ങളോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഈ പള്ളിക്കുത്ത് തന്നെ കുറെ ചെറുക്കന്മാർക്ക് ഇതേപോലെ അനുഭവം പറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരേ സംഭവം തന്നെ 2-3 വട്ടം ചെറുപ്പക്കാർക്ക് പറ്റി. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തവരും ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ. ഇനിയും നമ്മുടെ നാട്ടില് ഇതേപോലെ ഒരു ചെറുപ്പക്കാർക്കും ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടും, അതേപോലെ നമ്മുടെ അനിയന് സംഭവിച്ചത് നമുക്കൊരു നീതി കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിന്റെ പുറകെ ഇത്രയും റിസ്ക് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സാറേ. ഇനിയും ഇവരെ പോലെ ആൾക്കാർ നമ്മുടെ നാട്ടില് ഇതേ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെങ്കിൽ ഇനിയും വേറെ ആൾക്കാർക്കും ഇത് സംഭവിക്കും. ഇനിയും ഇത്തരത്തിൽ സംഭവിക്കരുത്. ഇത്തരം തേൻകെണികളിൽ വീണു പോകരുത്. ജാഗ്രത പാലിക്കണം. കെണിയിൽ വീണുപോയാൽ അത് ചിലപ്പോൾ തിരികെ വരാൻ കഴിയാത്ത വിധം വലിയ കുരുക്കായിരിക്കാം. ഒരുപക്ഷെ രതീഷിന് സംഭവിച്ചതുപോലെ.